ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2021 നടന്നിട്ടുള്ള 10th മെയിൻസ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസും അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റുകളുമാണ്. ഒന്നാമത്തെ ചോദ്യം, ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഉത്തരം ഫസൽ അലി. ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായമാണ് ഇരുമ്പുരുക്ക് വ്യവസായം. ബ്രിട്ടീഷ് രേഖകളിൽ കെട്ടിയോട്ട് രാജ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന ഭരണാധികാരി പഴശ്ശിരാജ. നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് കെട്ടിയോട്ട് രാജ പഴശ്ശിരാജയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയപാത അലഹബാദ് ഹാൽദിയ. നമുക്കറിയാം NW1 ദേശീയ ജലപാത 1 അലഹബാദ് ഹാൽദിയാണ്. NW2 സാദിയ മുതൽ ധൂബ്രി വരെയാണ്. NW3 കൊല്ലം മുതൽ കോഴിക്കോട് വരെയാണ്. NW4 കാക്കിനട മുതൽ പുതുച്ചേരി വരെയാണ്. NW5 ബ്രാഹ്മണി നദിയിലും മഹാനദി ഡെൽറ്റയിലുമായിട്ട് വ്യാപിച്ചു കിടക്കുന്നു. അടുത്തത്, സ്വരാജ് പാർട്ടിക്ക് രൂപം നൽകിയവർ ആരെല്ലാം? CR ദാസ, മോത്തിലാൽ നെഹ്റു. ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ആകെ വിസ്തൃതി 73.4 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ. അഗ്നിപുത്രി എന്ന് വിശേഷിപ്പിക്കുന്ന ഭാരതീയ വനിതയാണ് ടെസി തോമസ്. കേരളത്തിൻ്റെ ഭാഗമല്ലാത്ത ഭൂപ്രകൃതി വിഭാഗം. ഇവിടെ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്: മലനാട്, ഇടനാട്, മരുപ്രദേശം, തീരപ്രദേശം. നമുക്കറിയാം കേരളത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഭൂപ്രകൃതി വിഭാഗങ്ങളാണ് മലനാട്, ഇടനാട്, തീരപ്രദേശം എന്നിവ. മരുപ്രദേശം കേരളത്തിൽ ഉൾപ്പെടുന്നില്ല. ചേരിചേര പ്രസ്ഥാനം രൂപവൽക്കരിക്കുവാൻ തീരുമാനിച്ച സമ്മേളനം ബന്ധൂങ് സമ്മേളനം. സമീപകാലത്ത് വാമൊഴിയിൽ നിന്നും വരമൊഴിയിലേക്ക് രൂപാന്തരപ്പെട്ട കേരള കർണാടക ഭാഷയാണ് ബ്യാരി ഭാഷ. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫ്രഞ്ച് വിപ്ലവം. വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വതനിരയുടെ കിഴക്കൻ ചെരുവിലൂടെ വീശുന്ന ഉഷ്ണക്കാറ്റിൻ്റെ പേരാണ് ചിനൂക്ക്. കാർഷിക കാലങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ള വിളകൾ താഴെ തന്നിരിക്കുന്നു. അതിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഖാരിഫ് നെല്ല്, അത് ശരിയാണ്. റാബി പരുത്തി എന്നാണ് കൊടുത്തിരിക്കുന്നത്, അത് തെറ്റാണ്. പരുത്തി ഉൾപ്പെടുന്നത് ഖാരിഫ് വിളയിലാണ്. ഇനി സൈദിൽ പഴവർഗ്ഗങ്ങൾ, അത് ശരിയാണ്. സൈദിൽ ഉൾപ്പെടുന്നത് പഴവർഗ്ഗങ്ങളും പച്ചക്കറിയുമാണ്. റാബി വിളകൾ ഉൾപ്പെടുന്നത് പയർവർഗ്ഗങ്ങളുണ്ട്, പുകയിലയുണ്ട്, ഗോതമ്പുണ്ട്, ബാർലി, ഇവയൊക്കെയാണ് റാബി വിളകളിൽ ഉൾപ്പെടുന്നത്. അടുത്തത്, അതുകൊണ്ട് തന്നെ ഇതിലെ ഉത്തരം 1, 3 എന്നിവയാണ് ശരി. താഴെ തന്നിട്ടുള്ളവയിൽ വാണിജ്യ ബാങ്കുകളുടെ ധർമ്മങ്ങളിൽ ഉൾപ്പെടുന്നത് ഏത്? വാണിജ്യ ബാങ്കിൻ്റെ ധർമ്മം എന്ന് പറയുന്നത് നിക്ഷേപങ്ങൾ സ്വീകരിക്കുക എന്നതാണ്. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡി ഏതാണ്? ഭിലായ് ഒഡീഷ എന്ന് കൊടുത്തിരിക്കുന്നത് അത് തെറ്റാണ്. നമുക്കറിയാം ഭിലായ് ഛത്തീസ്ഗഡ് ആണ്. റൂർക്കേല ഛത്തീസ്ഗഡ് എന്ന് കൊടുത്തിരിക്കുന്നുണ്ട്, അത് തെറ്റാണത് ഒഡീഷയാണ്. ദുർഗാപൂർ പശ്ചിമ ബംഗാൾ ശരിയാണ്. ബൊക്കാറോ ജാർഖണ്ഡ് ശരിയാണ്. അപ്പോൾ ഇതിലെ കറക്റ്റ് ഓപ്ഷനായിട്ട് വരുന്നത് ദുർഗാപൂർ, ബൊക്കാറോ എന്നിവയാണ്. 3, 4. ബാക്കി 1, 2 ഓപ്ഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുത്തിട്ടാണുള്ളത്. അതായത് ഭിലായ് ഛത്തീസ്ഗഡ്, റൂർക്കേല ഒഡീഷ, ദുർഗാപൂർ പശ്ചിമ ബംഗാൾ, ബൊക്കാറോ ജാർഖണ്ഡ്. ഇതാണ് കറക്റ്റ് ആൻസർ വരേണ്ടത്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ നിരീക്ഷിക്കുക. ഇതിലെ ശരിയായിട്ടുള്ളത് ഏതാണെന്നാണ് പറയേണ്ടത്. ഇപ്പോൾ ശരിയായിട്ടുള്ള ഉത്തരങ്ങൾ വായിക്കാം. ഇന്ത്യയിലെ മുഖ്യ താപോർജ്ജ സ്രോതസ്സാണ് കൽക്കരി. പ്രധാന വ്യാവസായിക ഇന്ധനമാണ് കൽക്കരി. ബിറ്റുമിനസ് വിഭാഗത്തിൽപ്പെട്ട കൽക്കരിയാണ് ഇന്ത്യയിൽ കൂടുതലായും കാണപ്പെടുന്നത്. ലാസ്റ്റ് കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ, അപ്പോൾ ഈ 3 ഓപ്ഷൻസ് ശരിയാണ്. ലാസ്റ്റ് കൊടുത്തിരിക്കുന്നത് മഹാരാഷ്ട്രയിലെ മുംബൈ ഹൈയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മുംബൈ ഹൈ എണ്ണപ്പാടമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ജാർഖണ്ഡിലെ ഝാറിയയാണ്. അപ്പോൾ ആ ഓപ്ഷൻ തെറ്റാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ കൊടുത്തിട്ടുള്ള പ്രസ്താവനകളിൽ ഉദാരവൽക്കരണത്തിൻ്റെ ഫലമായുള്ള മാറ്റങ്ങളിൽ പെടുന്നവ ഏത്? പെടുന്നവ വായിക്കാം. വ്യവസായങ്ങൾ തുടങ്ങാനുള്ള നിയന്ത്രണങ്ങൾ ലഘൂകരിച്ചു, കമ്പോള നിയന്ത്രണങ്ങൾ പിൻവലിച്ചു, കൂടുതൽ മേഖലകളിൽ വിദേശ നിക്ഷേപം അനുവദിച്ചു. അടുത്തത്, 2020 ഏപ്രിൽ 1 നിലവിൽ വന്ന ബാങ്ക് ലയനത്തോടുകൂടി ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പൊതുമേഖലാ ബാങ്കായി മാറിയത് പഞ്ചാബ് നാഷണൽ ബാങ്ക്. ക്വസ്റ്റ്യൻ നമ്പർ 19, UNDPയുടെ 2020 റിപ്പോർട്ട് അനുസരിച്ച് മാനവ വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 2020 131
2021 135, 2022 134, 2023 130. ഇപ്രകാരമാണ് കണക്ക് വരുന്നത്. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന സമത്വത്തിനുള്ള അവകാശം എന്ന മൗലിക അവകാശത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ആശയങ്ങളിൽ പെടാത്തത് ഏതെന്നാണ് ചോദിക്കുന്നത്. അപ്പം 4 ഓപ്ഷൻ കൊടുത്തിരിക്കുന്നതിൽ 3 പെടുന്നതാണ്. അപ്പോൾ പെടുന്ന ഓപ്ഷൻസ്: ജാതി, മതം, ലിംഗം, ജനനസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിലുള്ള വിവേചനം നിരോധിക്കൽ, സ്ഥാനപ്പേരുകൾ നിർത്തലാക്കൽ, പൊതുനിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പാക്കൽ. അപ്പം ഇതിൽ ഉൾപ്പെടാത്തത് വരുന്നത് മതഭാഷ ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തം ഇഷ്ടപ്രകാരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനുള്ള അവകാശം. ക്വസ്റ്റ്യൻ നമ്പർ 21. കേരള കൃഷി വകുപ്പിൻ്റെ സേവനങ്ങൾ ടെക്നോളജിയുടെ സഹായത്തോടെ കർഷകർക്ക് എത്തിക്കാനായി ആവിഷ്കരിച്ച പദ്ധതിയായ എയിംസിൻ്റെ പൂർണ്ണരൂപം: അഗ്രികൾച്ചർ ഇൻഫർമേഷൻ മാനേജ്മെൻറ്റ് സിസ്റ്റം, AIMS, അഗ്രികൾച്ചർ ഇൻഫർമേഷൻ മാനേജ്മെൻറ്റ് സിസ്റ്റം. കേരള സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ? ഇതിൽ 4 ഓപ്ഷൻ ഉണ്ട്. അതിൽ 1, 2, 3 ശരി, 4ാമത്തെ ഓപ്ഷൻ തെറ്റാണ്. ശരിയായ ഓപ്ഷൻസ്: 1993 ഡിസംബർ 3 നിലവിൽ വന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 243K പ്രകാരമാണ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ സ്ഥാപിതമായത്. പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പുകൾ നടത്തുക എന്നതാണ് കമ്മീഷൻ്റെ പ്രധാന ചുമതല. അപ്പോൾ ഓപ്ഷൻസ് 1, 2, 3 ശരി. 23ാമത്തെ ചോദ്യം: കേരള ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഇല്ലെങ്കിൽ തെറ്റായ പ്രസ്താവനകൾ ഏവ? അപ്പോൾ ഇതിൽ 4 ഓപ്ഷൻ ഉള്ളതിൽ 4ാമത്തേത് മാത്രമാണ് തെറ്റ്. ശരിയായ ഓപ്ഷൻസ്: 2005 ദുരന്ത നിവാരണ നിയമപ്രകാരം സ്ഥാപിച്ചു. സുരക്ഷായനം എന്നതാണ് ആപ്തവാക്യം. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രിയാണ്. പിന്നെ 4ാമത്തെ ഓപ്ഷനായിട്ട് കൊടുത്തിട്ടുള്ളത് 2008 മെയ് 4 കേരളത്തിലെ ആദ്യത്തെ ദുരന്ത നിവാരണ അതോറിറ്റി നിലവിൽ വന്നത് എന്നാണ്. അത് 2008 മെയ് 4 അല്ല, 2007 മെയ് 4. അടുത്ത ക്വസ്റ്റ്യൻ: കേരള സാമൂഹ്യനീതി വകുപ്പിൻ്റെ കീഴിലുള്ള മന്ദഹാസം പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കൃത്രിമ ദന്തങ്ങളുടെ പൂർണ്ണ സെറ്റ് സൗജന്യമായി വെച്ചുകൊടുക്കുന്ന പദ്ധതി. 25ാമത്തെ ചോദ്യം: കേരളത്തിലെ നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം നിലവിൽ വന്നത് 2008 ഓഗസ്റ്റ് 11. കേരളത്തിലെ നിലവിലെ തൊഴിൽ വകുപ്പ് മന്ത്രി ആര്? ഓപ്ഷൻ സി ആണ് ശ്രീ വി ശിവൻകുട്ടി. നമുക്കറിയാം VN വാസവൻ സഹകരണ, തുറമുഖ, ദേവസ്വം വകുപ്പ് മന്ത്രിയാണ്. അദ്ദേഹം കോട്ടയം ഏറ്റുമാനൂർ നിയോജക മണ്ഡലത്തിൽ നിന്നാണ് വിജയിച്ചിട്ടുള്ളത്. ഇനി ഗോവിന്ദൻ മാസ്റ്റർ ആണെങ്കിൽ CPIMൻ്റെ സംസ്ഥാന സെക്രട്ടറിയാണ്. ശ്രീ വി ശിവൻകുട്ടി നമ്മുടെ പൊതുവിദ്യാഭ്യാസ തൊഴിൽ മന്ത്രിയാണ്. അദ്ദേഹത്തിൻ്റെ നിയോജക മണ്ഡലം വരുന്നത് തിരുവനന്തപുരത്തെ നേമമാണ്. ഓപ്ഷൻ ഡി ശ്രീ സജി ചെറിയാൻ വരുന്നത് ആലപ്പുഴയിലെ ചെങ്ങന്നൂറാണ്. ചെങ്ങന്നൂർ നിയോജക മണ്ഡലമാണ്. അദ്ദേഹത്തിൻ്റെ വകുപ്പ് വരുന്നത് മത്സ്യബന്ധനം, സാംസ്കാരിക യുവജനകാര്യ വകുപ്പാണ്. 27ാമത്തെ ചോദ്യം: 15ാം കേരള നിയമസഭയിലെ വനിതാ MLA മാർ എത്ര? 11. ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏവ? 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. 3 ഓപ്ഷൻസ് ആണ് ശരി, 4ാമത്തേത് തെറ്റാണ്. ആദ്യത്തെ 1, 2, 3 ശരി. 1976 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം കൂട്ടിച്ചേർത്തു. 1977 ജനുവരി 3 മുതൽ പ്രാബല്യത്തിൽ വന്നു. ഭരണഘടനയുടെ 4A ഭാഗത്താണ് പ്രതിപാദിക്കുന്നത്. 4ാമത്തെ ഓപ്ഷൻ നിലവിൽ 10 മൗലിക കർത്തവ്യങ്ങളാണ് ഉള്ളത് എന്ന് പറയുന്നത്. നിലവിൽ 11 മൗലിക കർത്തവ്യങ്ങളാണുള്ളത്. 2002 86ാം ഭേദഗതിയിലൂടെയാണ് 11ാമത്തെ മൗലിക കർത്തവ്യം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 29ാമത്തെ ക്വസ്റ്റ്യൻ: ഇന്ത്യൻ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നതിനുള്ള യോഗ്യതകൾ വിവരിക്കുന്ന ഭരണഘടനാ ആർട്ടിക്കിൾ ഏത്? 58. 30ാമത്തെ ചോദ്യം: ദാദ്ര നാഗർ ഹവേലി, ദാമൻ ദിയു എന്നീ കേന്ദ്ര പ്രദേശങ്ങളുടെ നിലവിലെ അഡ്മിനിസ്ട്രേറ്റർ ആരാണ്? ഓപ്ഷൻ സി പ്രഫുൽ പട്ടേൽ. നിലവിലും പ്രഫുൽ പട്ടേൽ തന്നെയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 31: ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? ഇതിൽ 4 ഓപ്ഷൻ ഉണ്ട്. 3ാമത്തേത് മാത്രമാണ് തെറ്റ്. ശരിയായത്: ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ 3 പേർ അടങ്ങുന്ന സമിതിയാണ്. രാഷ്ട്രപതിയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്നത്. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, രാജ്യസഭ, ലോകസഭ, സംസ്ഥാന നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ നടത്തുന്നത് ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്.
ഇതിലെ തെറ്റായ ഓപ്ഷൻ തിരഞ്ഞെടുപ്പ് നടത്താൻ വിപുലമായ ഉദ്യോഗസ്ഥ വൃന്ദം തിരഞ്ഞെടുപ്പ് കമ്മീഷനുണ്ട്. അങ്ങനെ വിപുലമായ ഒരു ഉദ്യോഗസ്ഥ വൃന്ദമില്ല. ആകെ 3 അംഗങ്ങൾ ഉൾപ്പെടുന്നതാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണറും 2 ഇലക്ഷൻ കമ്മീഷണേഴ്സുമാണ് അതിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ക്വസ്റ്റ്യൻ നമ്പർ 32. പ്രധാനമന്ത്രി ഉൾപ്പെടെ കേന്ദ്ര മന്ത്രിസഭയുടെ ആകെ അംഗങ്ങളുടെ എണ്ണം ലോകസഭാ മെമ്പർമാരുടെ 15% നിജപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏത്? ഉത്തരം 91-ാം ഭരണഘടനാ ഭേദഗതി. ക്വസ്റ്റ്യൻ നമ്പർ 33. സ്റ്റേറ്റ് യൂണിയൻ കൺകറൻറ്റ് ലിസ്റ്റുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? നമുക്കറിയാം സ്റ്റേറ്റ് ലിസ്റ്റിൽ 66 വിഷയങ്ങളുണ്ട്, യൂണിയൻ ലിസ്റ്റിൽ 97 വിഷയങ്ങളുണ്ട്, കൺകറൻറ്റ് ലിസ്റ്റിൽ 47 വിഷയങ്ങളാണ് ഉൾപ്പെടുന്നത്. 34-ാമത്തെ ചോദ്യം, ബി ലിംഫോസൈറ്റുകളെ സംബന്ധിച്ച് താഴെ കൊടുത്ത പ്രസ്താവനകളിൽ തെറ്റായവ തിരഞ്ഞെടുക്കുക. ഇതിൽ ശരിയായിട്ടുള്ളത് ബാക്ടീരിയയെ നശിപ്പിക്കുന്നു, ആൻറ്റിജനുകളുടെ വിഷാംശത്തെ നിർവീര്യമാക്കുന്നു. തെറ്റായ ഓപ്ഷൻസ് അത് വൈറസ് ബാധിച്ച കോശങ്ങളെ നശിപ്പിക്കുന്നു, ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുന്നു എന്നാണ്. ഈ 2 ഓപ്ഷനും ടി ലിംഫോസൈറ്റുകളെ സംബന്ധിച്ചുള്ളതാണ്, തൈമസ് ലിംഫോസൈറ്റുകളെ സംബന്ധിച്ചുള്ളതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 35. സർക്കാരിൻ്റെ രോഗപ്രതിരോധവൽക്കരണ പ്രക്രിയയിൽ ജീവകം എ ഉൾപ്പെടുത്തിയതിൻ്റെ ഉദ്ദേശങ്ങൾ ഏവ? ജീവകം എ ഉൾപ്പെടുത്തിയത് കോർണിയ വരൾച്ച തടയുന്നതിനും നിശാന്തത തടയുന്നതിനും വേണ്ടിയാണ്. ഓപ്ഷൻ എ 1ഉം 4ഉമാണ് ഉത്തരം വരുന്നത്. 36-ാമത്തെ ചോദ്യം, പ്രമുഖ പ്രകൃതി ശാസ്ത്രജ്ഞനായ ജോൺ റേയുടെ സംഭാവനകളിൽ ശരിയായവ ഏതെല്ലാം? ശരിയായവ സ്പീഷീസ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചു, 18,000-ലധികം സസ്യങ്ങളെ ഉൾക്കൊള്ളിച്ച് ഹിസ്റ്റോറിയ പ്ലാന്റേറം എന്ന പുസ്തകം പുറത്തിറക്കി. ഇതിൽ ഒന്നാമത്തെ ഓപ്ഷനായിട്ട് തന്നിരിക്കുന്ന സസ്യങ്ങളെ ഏകവർഷികൾ, ദ്വിവർഷികൾ, ബഹുവർഷികൾ എന്ന് തരം തിരിച്ചത് കാൾ ലിനേയസ് എന്ന ശാസ്ത്രജ്ഞനാണ്. 4-ാമത്തെ ഓപ്ഷനായിട്ട് തന്നിട്ടുള്ള ജീവികളെ ചുവന്ന രക്തമുള്ളവ അല്ലാത്തവ എന്ന് തരം തിരിച്ചത് അരിസ്റ്റോട്ടിലാണ്. അപ്പം ശരിയായിട്ടുള്ള ഓപ്ഷൻ 2, 3, അതായത് ഓപ്ഷൻ ബി ആണ്. 37-ാമത്തെ ചോദ്യം, ചിക്കൻ പോക്സ് പരത്തുന്ന സൂക്ഷ്മാണുജീവി ഏത്? ഓപ്ഷൻ ബി വാരിസെല്ല വൈറസ്. താഴെ പറയുന്ന അസുഖങ്ങളിൽ സൂണോട്ടിക് വിഭാഗത്തിൽപ്പെടുന്ന അസുഖം ഏത്? സൂണോട്ടിക് അസുഖം എന്ന് പറയുന്നത് ജീവികൾ വഴി പകരുന്ന അസുഖങ്ങളാണ്. അത് ഓപ്ഷൻ സി എലിപ്പനിയാണ്. 39-ാമത്തെ ചോദ്യം, ശരാശരി ബ്ലഡ് പ്രഷർ എത്രയാണ്? ഓപ്ഷൻ എ 120/80 mm of Hg. 40-ാമത്തെ ചോദ്യം, ദേശീയ ആരോഗ്യ ദൗത്യം ആരംഭിച്ചത്? ഓപ്ഷൻ സി 2013. 41-ാമത്തെ ചോദ്യം, ക്രഷിംഗ് ദ കർവ് താഴെ പറയുന്നവയിൽ ഏത് അസുഖവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ഡി കൊറോണ വൈറസ്. ക്വസ്റ്റ്യൻ നമ്പർ 42. വീർപ്പിച്ച ബലൂൺ വെള്ളത്തിനടിയിലേക്ക് താഴ്ത്തുമ്പോൾ അതിൻ്റെ വലിപ്പം കുറയുന്നു. ഇത് താഴെ തന്നിരിക്കുന്ന ഏത് നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ബി ബോയിൽ നിയമം. 43-ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ലോഹങ്ങളുടെ സവിശേഷത അല്ലാത്തതേത്? 3 ഓപ്ഷനുണ്ട്, അതിൽ ഒരെണ്ണം തെറ്റാണ്. ശരിയായിട്ടുള്ള ഓപ്ഷൻസ്, രാസപ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുമ്പോൾ ലോഹങ്ങൾ ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുന്നു, ലോഹങ്ങളുടെ അയോണീകരണ ഊർജം കുറവാണ്. തെറ്റായ ഓപ്ഷൻ ലോഹങ്ങൾക്ക് ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതലാണ് എന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ്. ലോഹങ്ങൾക്ക് പൊതുവെ ഇലക്ട്രോനെഗറ്റിവിറ്റി കുറവാണ്, കൂടുതലല്ല കുറവാണ്. 44-ാമത്തെ ചോദ്യം, യഥാർത്ഥ ലായനിയുമായി ബന്ധപ്പെട്ട പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ബി ഫിൽറ്റർ പേപ്പർ ഉപയോഗിച്ച് കണികകളെ അരിച്ചു മാറ്റാൻ കഴിയില്ല. 45-ാമത്തെ ചോദ്യം, ദ്രവ്യത്തിൻ്റെ 9ാമത്തെ അവസ്ഥ ഏതാണ്? ഓപ്ഷൻ സി ജാൻ ടെല്ലർ മെറ്റൽ. 9ാമത്തെ അവസ്ഥയാണ് ജാൻ ടെല്ലർ മെറ്റൽ. 1 ഖരം, 2 ദ്രാവകം, 3 വാതകം, 4 പ്ലാസ്മ, 5 ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്, 6 ഫെർമിയോണിക് കണ്ടൻസേറ്റ്, 7 ക്വാർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ. 9ാമത്തേത് വരുന്നത് ജാൻ ടെല്ലർ മെറ്റൽ. 46-ാമത്തെ ചോദ്യം, ലോകത്തിലെ 3ാമത്തെ വലിയ വജ്രഖനനം ചെയ്തെടുത്തത് എവിടെ നിന്നാണ്? ഓപ്ഷൻ ഡി ബോട്സ്വാന. 47. ഒരു കോൺകേവ് ദർപ്പണത്തിൻ്റെ പോളിൽ നിന്ന് മുഖ്യ ഫോക്കസിലേക്കുള്ള ദൂരം 12 സെൻറ്റിമീറ്റർ ആണെങ്കിൽ അതിൻ്റെ വക്രത ആരം എത്ര? നമുക്കറിയാം കോൺകേവ് ദർപ്പണത്തിൻ്റെ പോളിൽ നിന്ന് മുഖ്യ ഫോക്കസിലേക്കുള്ള ദൂരത്തിനെയാണ് ഫോക്കൽ ലെങ്ത് അഥവാ ഫോക്കൽ ദൂരം എന്ന് പറയുന്നത്. ഫോക്കൽ ദൂരത്തിൻ്റെ ഇരട്ടിയാണ് വക്രത ആരം വരേണ്ടത്. അതുകൊണ്ട് തന്നെ 12 സെൻറ്റിമീറ്ററിൻ്റെ ഇരട്ടി 24 സെൻറ്റിമീറ്റർ. ഓപ്ഷൻ സി ആണ് ഉത്തരം. 48.
ഒരു വസ്തുവിനെ ഭൂമിയുടെ ധ്രുവപ്രദേശത്ത് നിന്നും ഭൂമധ്യരേഖാ പ്രദേശത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ പിണ്ഡവും ഭാരവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ബി, പിണ്ഡം മാറുന്നില്ല, ഭാരം കുറയുന്നുണ്ട്. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി യുടെ വാല്യൂ കുറയുന്നത് കൊണ്ട് തന്നെ ഭാരത്തിൽ കുറവ് വരുന്നുണ്ട്, പിണ്ഡത്തിൽ മാറ്റം വരുന്നില്ല. 49ാമത്തെ ചോദ്യം, ചലിക്കുന്ന യന്ത്രഭാഗങ്ങളുടെ സമ്പർക്കത്തിൽ വരുന്ന പ്രതലങ്ങൾക്കിടയ്ക്ക് ഘർഷണം കുറയുന്നതിന് വേണ്ടി ബെയറിങ്ങുകൾ ഉപയോഗിക്കുന്നു. അതിൻ്റെ കാരണമായിട്ട് പറഞ്ഞിട്ടുള്ളത് ഉരുളൽ ഘർഷണം നിരങ്ങൽ ഘർഷണത്തേക്കാൾ കുറവാണ്. ഇത് രണ്ടും ശരിയാണ്. അതിൻ്റെ കാരണം പറഞ്ഞിരിക്കുന്നത് പ്രസ്താവനയുടെ കറക്റ്റ് കാരണവുമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 50, മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ഇന്ത്യയുടെ ദൗത്യം ഏത്? ഓപ്ഷൻ ഡി, ഗഗൻയാൻ. 51ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ഭൗമനിരീക്ഷണ ഉപഗ്രഹമായ EOS-3 വിക്ഷേപിക്കാൻ ഉപയോഗിച്ച വിക്ഷേപണ വാഹനം ഏത്? ഓപ്ഷൻ എ, GSLV F-10. 52ാമത്തെ ചോദ്യം, ഗദ്ദിക എന്ന പ്രശസ്ത ആദിവാസി കലയെ പരിപോഷിപ്പിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച വ്യക്തി ആര്? ഓപ്ഷൻ ബി, PK കാളൻ. 53ാമത്തെ ചോദ്യം, താഴെ കൊടുത്തവയിൽ ഏത് സിനിമയാണ് ജി അരവിന്ദൻ സംവിധാനം ചെയ്യാത്തത്? ഇവിടെ ജി അരവിന്ദൻ്റെ 3 സിനിമകൾ കൊടുത്തിട്ടുണ്ട്. ഉത്തരായനം, കാഞ്ചനസീത, തമ്പ്. ഓപ്ഷൻ ബി, എലിപ്പത്തായം. അത് സംവിധാനം ചെയ്തിട്ടുള്ളത് അടൂർ ഗോപാലകൃഷ്ണനാണ്. 54, 1990 വിംബിൾഡൺ ജൂനിയർ ചാമ്പ്യനായ ഇന്ത്യൻ ടെന്നീസ് കളിക്കാരൻ? ഓപ്ഷൻ ഡി, ലിയാൻഡർ പേസ്. ക്വസ്റ്റ്യൻ നമ്പർ 55, താഴെ കൊടുത്തവയിൽ ഏത് കൃതിയാണ് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ചെറുകഥകളിൽ ഉൾപ്പെടാത്തത്? വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ 3 ചെറുകഥകൾ കൊടുത്തിട്ടുണ്ട്. വിഡ്ഢികളുടെ സ്വർഗം, ഭൂമിയുടെ അവകാശികൾ, ഓർമ്മക്കുറിപ്പ്. ഇതിൽ ഓപ്ഷൻ സി ആയിട്ട് കൊടുത്തിട്ടുള്ള ഏകാന്ത പതികൻ ബാലാമണി അമ്മ എഴുതിയ ഒരു കവിതയാണ്. 56, 1998 ഏറ്റവും മികച്ച നടനുള്ള ദേശീയ അവാർഡ് മമ്മൂട്ടിക്കൊപ്പം പങ്കിട്ട സിനിമാ നടൻ ആര്? ഓപ്ഷൻ ബി, അജയ് ദേവ്ഗൺ. 57, 2018 കോമൺവെൽത്ത് ഗെയിംസിൽ മെഡൽ നിലയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയായിരുന്നു? ഓപ്ഷൻ ബി, 3. 58, 2020 ഒളിമ്പിക്സ് ഫുട്ബോൾ സ്വർണം നേടിയ ബ്രസീലിന് വേണ്ടി ഗോൾ നേടിയ കളിക്കാരൻ ആര്? ഓപ്ഷൻ ഡി, മാൽക്കം. 59, താഴെ പറയുന്ന നെറ്റ്വർക്ക് ഉപകരണങ്ങളിൽ പ്രോട്ടോകോൾ പരിവർത്തനത്തിന് കഴിവുള്ളത് ആർക്ക്? ഓപ്ഷൻ ഡി, ഗേറ്റ്വേ. 60, ഒറിജിനൽ വെബ്സൈറ്റ് ആണെന്ന് തോന്നിപ്പിച്ചുകൊണ്ട് വ്യാജ വെബ്സൈറ്റ് ഉപയോഗിച്ച് യൂസർ നെയിം, പാസ്വേഡ് എന്നിവ മോഷ്ടിക്കുന്ന രീതി? ഓപ്ഷൻ ബി, ഫിഷിംഗ്. 61, താഴെ പറയുന്നവയിൽ കമ്പ്യൂട്ടറിലെ പ്രോസസ്സറിനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന മെമ്മറി ഏത്? ഓപ്ഷൻ എ, ക്യാഷ് മെമ്മറി. 62, കേന്ദ്ര ഇലക്ട്രോണിക്സ് IT മന്ത്രാലയത്തിൻ്റെ ഡിജിറ്റൽ ഇന്ത്യ ഇനിഷ്യേറ്റീവിന് കീഴിൽ 2020 നടത്തിയ വീഡിയോ കോൺഫറൻസിംഗ് സൊല്യൂഷൻ ഡെവലപ്മെൻറ്റ് ചലഞ്ചിലെ വിജയിയായ കമ്പനി? ഓപ്ഷൻ എ, ടെക്ജൻഷ്യ. 63, ഇന്ത്യയിൽ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി CDAC വികസിപ്പിച്ചെടുത്ത GNU ലിനക്സ് സോഫ്റ്റ്വെയർ? ഓപ്ഷൻ ബി, ബോസ്. 64, 2005 വിവരാവകാശ നിയമപ്രകാരം പൗരന് ലഭിക്കാവുന്ന വിവരവുമായി ബന്ധപ്പെട്ട ശരിയുത്തരം ഏതാണ്? ഓപ്ഷൻ സി ആണ് വരുന്നത്. വകുപ്പ് 8, 9 എന്നിവയിൽ പറഞ്ഞിട്ടുള്ളതൊഴികെ പൊതു അധികാര സ്ഥാപനങ്ങളുടെ പക്കലുള്ള വിവരങ്ങൾ ലഭ്യമാക്കുന്നതാണ്. 65, 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിന് കീഴിൽ അന്വേഷണത്തിനുള്ള അധികാരങ്ങൾ നൽകപ്പെട്ടിട്ടുള്ളത് ആർക്കാണ്? ഓപ്ഷൻ ഡി, ഡയറക്ടർ ജനറലിനും ജില്ലാ കളക്ടർക്കും. 66, ഏത് നിയമത്തിലാണ് സാമൂഹിക പരിഷ്കരണം എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത്? ഓപ്ഷൻ ബി, പട്ടികജാതി പട്ടികവർഗ നിയമം 1989. 67, 2005 ഗാർഹിക പീഡനത്തിൽ നിന്നുള്ള സ്ത്രീ സംരക്ഷണ നിയമത്തിൻ്റെ വ്യവസ്ഥകളുമായി ബന്ധപ്പെട്ട് തെറ്റായ ഉത്തരം ഏതാണ്? അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള 3 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. മജിസ്ട്രേറ്റിന് നടപടികൾ രഹസ്യമായി നടത്താവുന്നതാണ്. ഉത്തരവിൻ്റെ പകർപ്പുകൾ കോടതി സൗജന്യമായി നൽകണം. മജിസ്ട്രേറ്റിന് നഷ്ടപരിഹാര ഉത്തരവുകൾ പുറപ്പെടുവിക്കാവുന്നതാണ്. ഓപ്ഷൻ എ തെറ്റാണ്. നിയമപരമായി വിവാഹിതനായ ഭർത്താവിനെതിരെ മാത്രമേ പരിഹാരങ്ങൾ അവകാശപ്പെടാനാവുകയുള്ളൂ എന്ന ഓപ്ഷൻ തെറ്റാണ്.
68 2012 ലൈംഗിക അതിക്രമങ്ങളിൽ നിന്ന് കുട്ടികൾക്കുള്ള സംരക്ഷണ നിയമത്തിൻ്റെ സംരക്ഷണം ലഭിക്കുന്ന കുട്ടിയുടെ പ്രായപരിധി ഓപ്ഷൻ എ 18 വയസ്സിൽ താഴെ. 69 ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? യശ്വർദ്ധൻ കുമാർ സിൻഹ, ഓപ്ഷൻ ഡി. പക്ഷേ നിലവിൽ ഹീരാലാൽ സമരിയാണ് ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ. 70 ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷന് ഭരണഘടനാ പദവി നൽകിയത് ഏത് ഭേദഗതിയിലൂടെയാണ്? ഓപ്ഷൻ ബി 102 ഭേദഗതി നിയമം 2018. ഇനി 71 മുതൽ 80 വരെ മാത്സ് ആണ്. 71 വർഷത്തിൽ കൂട്ടുപലിശ കണക്കാക്കുന്ന ഒരു ബാങ്കിൽ ഒരാൾ 2000 രൂപ നിക്ഷേപിച്ചു. 2 വർഷം കഴിഞ്ഞപ്പോൾ തുക 2205 ആയി എങ്കിൽ പലിശ നിരക്ക് എത്ര? ഓപ്ഷൻ സി 5%. ഒരു സമചതുരത്തിൻ്റെ വികർണം 12 സെൻറ്റിമീറ്റർ ആകുന്നു. അതിൻ്റെ പരപ്പളവ് എത്ര? ഓപ്ഷൻ ഡി 72. 73 ഒരു പരീക്ഷയ്ക്ക് ഹാജരായവയിൽ 49.3% കുട്ടികൾ വിജയിച്ചു. ജയിച്ചവരുടെ എണ്ണം 23,128 ആയാൽ ഏകദേശം എത്ര കുട്ടികൾ പരീക്ഷ എഴുതി? ഓപ്ഷൻ എ 46,913. 74 150 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ 2 km/h വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരാളെ കടന്നു പോകാൻ 10 സെക്കൻഡ് എടുത്തു എങ്കിൽ ട്രെയിനിൻ്റെ വേഗത എന്ത്? ഓപ്ഷൻ എ 52 km/h. 75 ടാങ്ക് അതിൻ്റെ 3/4 ഭാഗം വെള്ളം നിറച്ചിരിക്കുന്നു. 5 ലിറ്റർ വെള്ളം കൂടി ഒഴിച്ചാൽ അതിൻ്റെ 5/4 ഭാഗം നിറയുമെങ്കിൽ ടാങ്കിൻ്റെ യഥാർത്ഥ ശേഷി എത്ര? ഓപ്ഷൻ എ 100 ലിറ്റർ. 76 പേനയെ പെൻസിൽ എന്നും പെൻസിലിനെ ചോക്കുമെന്നും ചോക്കിനെ സ്ലേറ്റ് എന്നും സ്ലേറ്റിനെ പേപ്പർ എന്നും എഴുതിയാൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ എഴുതാൻ ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ ബി പെൻസിൽ. 77 0,7, 25, 65, 124, 215 ഇതിലെ അടുത്ത നമ്പർ ഏതാണെന്നാണ് ചോദിക്കുന്നത്? ഓപ്ഷൻ സി 342. 78 എ ബി സി ഡി ഇ എഫ് എന്നീ 6 പേർ പരസ്പരം അഭിമുഖമായി വട്ടത്തിലിരിക്കുന്നു. എഫ് എന്നയാൾ ബിയുടെ ഇടത്ത് നിന്ന് 3-മതായാണ്. എ എന്നയാൾ സിയുടെ ഇടത്ത് നിന്ന് 4-മതായാണ്. ഡി എന്നയാൾ സിക്കും എഫിനും ഇടയിലാണ്. ഇ എന്നയാൾ എയ്ക്കും എഫിനും ഇടയിലാണ്. എങ്കിൽ ഇയുടെ എതിർവശം ഇരിക്കുന്നത് ആര്? ഓപ്ഷൻ സി 79 ഒറ്റയാനെ കണ്ടെത്തുക. ഓപ്ഷൻ ബി 9 വരുന്നത്. 80 ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 48 + 16/4 - 2 × 8 എന്നത് 3 കിട്ടുക. ബോർഡ് മാസ് ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് ചെയ്താൽ മതി. 81 മുതൽ ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. 81 ഐ ബോട്ട് എ പെൻ ഡാഷ് പെൻ റൈറ്റ്സ് വെൽ. ഓപ്ഷൻ സി ദ പെൻ റൈറ്റ്സ് വെൽ. 82 ദ പ്രിൻസിപ്പൽ along with his staff dash going for a picnic. ഓപ്ഷൻ ബി ഈസ്. ദ പ്രിൻസിപ്പൽ along with his staff ഈസ് going for a picnic. 83 I usually drink tea but today I dash coffee. Option A I am drinking. That is I usually drink tea but today I am drinking coffee. 84 this house is dash than my house. Option B bigger. That is this house is bigger than my house. Question number 85 Dr. Kalam was born dash 1931. Option C in. That is Dr. Kalam was born in 1931. 86 one of his dash is studying in Mumbai. Option B sons. That is one of his sons is studying in Mumbai. 87 he ran dash. Option A fast. He ran fast. The meaning of harmony is dash. ഹാർമണീൻ്റെ മീനിങ് എഗ്രിമെൻ്റ് എന്നാണ്. ഓപ്ഷൻ ഡി എഗ്രിമെൻറ്റ്. ദ സിനണിം ഓഫ് സീസ് ഈസ് ക്യാച്ച്. ഓപ്ഷൻ ബി ക്യാച്ച്. സെയ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാച്ചാണ്. 90ാമത്തെ ക്വസ്റ്റ്യൻ ദ ആൻറ്റണിം ഓഫ് സീസ് ഈസ്. സീസിൻ്റെ അർത്ഥമാണ് സ്റ്റോപ്പ്. അതിൻ്റെ ആൻറ്റണിം എന്ന് വരുന്നത് ബിഗിൻ. ഓപ്ഷൻ സി ബിഗിൻ. നമുക്ക് തെറ്റിപ്പോകാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണത്. 91 നീതിയെ സംബന്ധിക്കുന്നത് എന്നർത്ഥം വരുന്ന പദം ഏത്? ഓപ്ഷൻ എ നൈതികം. 92 ധനാശി പാടുക എന്ന ശൈലിയുടെ ശരിയായ അർത്ഥം? ഓപ്ഷൻ ഡി അവസാനിപ്പിക്കുക. 93 ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് ശരിയായ വാക്യം തിരഞ്ഞെടുത്തെഴുതുക. ഓപ്ഷൻ ഡി എനിക്ക് 10 തേങ്ങ വേണം. അതാണ് ശരിയായ വാക്യം. 94 ഉന്നമ്രം എന്ന പദം ശരിയായി പിരിച്ചെഴുതുന്നത് എങ്ങനെ? ഓപ്ഷൻ സി ഉത്ത് + നമ്രം.
95 താഴെ തന്നിരിക്കുന്നവയിൽ ആമയുടെ പര്യായമായി വരുന്ന പദം ഏത്? ഓപ്ഷൻ ബി കച്ചപമാണ്. മേഷം സിംഹം, മരാളം ഹംസം, മണ്ടൂകം തവള. 96 ഇഫ് യു വാണ്ട് ടു ഷൈൻ ലൈക്ക് എ സൺ ഫസ്റ്റ് ബേൺ ലൈക്ക് എ സൺ എന്നതിൻ്റെ യഥാർത്ഥ പരിഭാഷ? ഓപ്ഷൻ ഡി നിങ്ങൾക്കൊരു സൂര്യനെ പോലെ തിളങ്ങണമെങ്കിൽ ആദ്യം സൂര്യനെ പോലെ കത്തിജ്വലിക്കുക. 97 താഴെ തന്നിരിക്കുന്നവയിൽ ബഹുവചനത്തെ സൂചിപ്പിക്കാത്ത പദം ഏത്? അധ്യാപകർ, കവികൾ, ശിഷ്യന്മാർ. ഇത് വചനത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഓപ്ഷൻ സി സ്വാമികൾ, പൂജക ബഹുവചനമാണ്. അതുകൊണ്ട് ഓപ്ഷൻ സി ആണ് ഉത്തരം. 98 അവരജൻ എന്ന പദത്തിൻ്റെ വിപരീതം ഏത്? ഓപ്ഷൻ എ അഗ്രജൻ. 99 ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പദം ഏത്? ഓപ്ഷൻ എ ഉദ്ഗ്രഥിതം. 100 ഭഗിനി എന്നതിൻ്റെ പുല്ലിംഗ രൂപമാണ്. ഓപ്ഷൻ ഡി ഭ്രാതാവ്. ഭഗിനി എന്നാൽ സഹോദരി എന്നും ഭ്രാതാവ് എന്നാൽ സഹോദരൻ എന്നുമാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരും ഇത് വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു.